بسم الله والحمد لله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ബഹുമാനരെ, അൽ ഹബീബുൽ ആദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മസ്ജിദുൻ നബവിയ്യയുടെ പടിഞ്ഞാറ് വശത്തുള്ള മുസല്ല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മൈതാനിയിൽ ഹിജ്റയുടെ പല വർഷങ്ങളിൽ പല ഇടങ്ങളിലായി നിസ്കരിച്ചിരുന്ന പെരുന്നാൾ നിസ്കാര സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരമ്പര അൽഹംദുലില്ലാഹ് 6 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതായി ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചത് മസ്ജിദ് അലി, രണ്ടാമത്തത് അൽ മസ്ജിദുൽ ഖിഷ്ല അൽ അസ്കരിയ, 3 മസ്ജിദ് ഉമർ റളിയല്ലാഹു അൻഹു അജ്മഈൻ, 4മത്തത് മസ്ജിദ് മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു, 5മത്തത് മസ്ജിദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 6മത് വീണ്ടും മസ്ജിദ് അലി നിലനിന്നിരുന്ന സ്ഥലത്ത് തന്നെയാണെന്നും പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹിജ്റ 7-ാം വർഷത്തിൽ അൽ ഹബീബുൽ ആദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ച ഇടത്തെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ശിഹാബ് എന്നവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസൈന ഗോത്രത്തിൽപ്പെട്ട ദുർറ കുടുംബത്തിൻ്റെ സ്ഥലത്ത് വെച്ച് പെരുന്നാൾ നിസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മളത് പറഞ്ഞ് ആ സ്ഥലം ബഹുമാനപ്പെട്ട മസ്ജിദ് ഉമർ ആയിരുന്നു എന്ന് കണ്ട, ഇതാ മസ്ജിദ് ഉമർ. ഓക്കെ, എന്നിട്ട് ഈ ഹദീസിൽ പറയുന്നുണ്ട്, ശേഷം അതിൻ്റെ മുൻവശത്തുള്ള ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ കോട്ടയുടെ സമീപത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടത്തെ കർണം വരുന്നിടത്ത് വെച്ച് തങ്ങൾ നിസ്കരിച്ചു എന്ന് ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് കാണാം. ആ സ്ഥലം നിങ്ങൾ നോക്ക്, ഇതിപ്പം പുറകെ കാണുന്ന മസ്ജിദ് ഉമർ എന്നതാണ്. അപ്പോൾ അതിൻ്റെ നേരെ മുൻവശം എന്ന് പറയുന്നത് ഈ ഭാഗം. ബഹുമാനപ്പെട്ട പിൽക്കാല ചരിത്ര പണ്ഡിതനായ ഷെയ്ഖ് അഹ്മദ് യാസീൻ അൽ ഖിയാരി എന്നവർ ഈ സ്ഥലം, അതായത് ദുർറ കുടുംബത്തിൻ്റെ മുൻവശത്തുള്ള ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ കോട്ടയിൽ ഇടത്തെ കർണം വരുന്നിടത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന് പറയുന്ന ഭാഗം അത് മസ്ജിദ് ബിലാൽ ബിൻ റബാഹ് ആയിരുന്നു. അതായത് മസ്ജിദ് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള മസ്ജിദ് ആയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് യാസീൻ അൽ ഖിയാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ച സ്ഥലങ്ങളിലെല്ലാം പിന്നീട് പള്ളിയായിട്ട് പണി കഴിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉമവിയ ഖലീഫയിലെ മഹാവ്യക്തിത്വമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം മഹാനവർകൾ തന്നെയാണ് ഈ സ്ഥലത്തും ഒരു പള്ളി പണി കഴിപ്പിച്ചത്. എന്നിട്ട് ആ പള്ളിയുടെ പേര് വന്നത് മസ്ജിദ് ബിലാൽ ബിൻ റബാഹ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അതിന് ഷെയ്ഖ് അഹ്മദ് യാസീൻ അൽ ഖിയാരി അവർ പറയുന്നത്, അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട സയ്യിദിന ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ഈ ഭാഗത്തായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു മഹാൻ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പെരുന്നാൾ നിസ്കരിച്ച ഈ സ്ഥലത്തിന് പിൽക്കാലത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പള്ളിയായിട്ട് പണി കഴിപ്പിച്ചപ്പോൾ അതിന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് വരാൻ കാരണം അതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഓരോ തങ്ങൾ നിസ്കരിച്ച ഓരോ പള്ളിക്കും ഓരോ സഹാബി വര്യൻ്റെയും പേര് വരാൻ കാരണം പിൽക്കാലത്ത് അവർ അവിടെ വെച്ച് പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഖബറുകൾ റൗദകൾ അവിടെ വരികയോ ചെയ്യുന്നത് കൊണ്ടാണ്. അതുതന്നെയാണ് ഇവിടെയും കാരണം. ഇവിടെ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മഹാനവർകളുടെ പേരിൽ ഈ മസ്ജിദ് വരാൻ കാരണം. ഇന്ന് ബഹുമാനപ്പെട്ട മസ്ജിദ് ബിലാൽ ഇബ്നു റബാഹ് ഇന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് ഇവിടെ പള്ളിയായിട്ട് പണി കഴിപ്പിച്ചത് അഥവാ എടുപ്പെടുത്തത്, കെട്ടിടമാക്കി പണി കഴിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് പല കാലങ്ങളിൽ ഇത് കാലപ്പഴക്കം കൊണ്ട് തകർന്നു പോയിരുന്നു. അതിനെ വീണ്ടും പുതുക്കി പണിഞ്ഞിരുന്നു. അങ്ങനെ പുതുക്കി പണിഞ്ഞതിൽ വളരെ നല്ല രൂപത്തിൽ പുതുക്കി പണിഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാനി ഖലീഫമാരായിരുന്നു. പിൽക്കാലത്ത് അബ്ദുൽ അസീസ്, സഊദി ഭരണാധികാരി അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലത്തും ഈ ഹജ്ജ് ഉംറ
മന്ത്രാലയത്തിൻ്റെ കീഴിലായി ബഹുമാനപ്പെട്ട മസ്ജിദ് ബിലാൽ ഇബ്നു റബാഹ് പുതുക്കി പണിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് വഹാബികളുടെ നശീകരണ പ്രവർത്തനങ്ങളെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഈ മസ്ജിദും ഇല്ലാതായി. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉസ്മാനികളുടെ കാലത്ത് ഹാസിക്കിയ എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ഹാസിക്കി എന്ന് പറഞ്ഞാൽ ഉസ്മാനി ഖലീഫമാരെ ഭാര്യമാരെയാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ അവരെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ അവരെ പേരിൽ, ഈ ഹാസിക്കികളുടെ പേരിൽ ഒരു മദ്രസ ഇവിടെ നിലവിലുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ഥലത്തിന് മൊത്തം ഹാസിക്കിയ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് ഉസ്മാനികളെ കാലം കഴിഞ്ഞ് സഊദികൾ ഭരണം ഏറ്റെടുത്ത സമയത്ത് ഈ ഹാസിക്കിയിലുള്ള കെട്ടിടങ്ങളെല്ലാം അവർ ഗവൺമെൻറ് കെട്ടിടങ്ങളാക്കി മാറ്റി. ആ കെട്ടിടങ്ങളെല്ലാം ശേഷം അങ്ങനെ ആ കെട്ടിടങ്ങളെ കൂട്ടത്തിൽ അതിൻ്റെ ഇടയിലായിരുന്നു മസ്ജിദ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മസ്ജിദുൽ ഖമാമയുടെ മുറ്റം വിപുലീകരിക്കണം എന്ന പേരിൽ ഈ കെട്ടിടങ്ങളെ മൊത്തവും തകർത്ത് എല്ലാം നീക്കം ചെയ്ത കൂട്ടത്തിൽ മസ്ജിദ് ബിലാൽ ഇബ്നു റബാഹ് എന്ന മഹത്തായ അള്ളാഹുവിൻ്റെ ഹബീബ് നിസ്കരിച്ച പള്ളിയും എന്താക്കി അവർ നീക്കം ചെയ്തു. ഇന്നിപ്പം മുറ്റവുമില്ല, പുതിയ കെട്ടിടങ്ങൾ വന്നു. ഇന്ന് നിങ്ങൾ നോക്കണം, ഇവിടെ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഈ കാണുന്ന സ്ഥലം, ഇവിടെയാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7-ാം വർഷം പെരുന്നാൾ നിസ്കരിച്ച പിൽക്കാലത്ത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന മസ്ജിദ് ഉണ്ടായിരുന്ന ഈ ഭാഗത്താണ്. കുറച്ചുകൂടെ വ്യക്തമായി ഇങ്ങ് കാണിച്ചു തരാം. കണ്ടില്ലേ ഈ കെട്ടിടത്തിൽ ഇവിടെ ഒരു കെട്ടുപോലെ കാണുന്നില്ലേ, ഇതിൻ്റെ ഈ ഒരു ഭാഗം നിലനിന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7-ാം വർഷം പെരുന്നാൾ നിസ്കരിച്ച മസ്ജിദ് ബിലാൽ ഇബ്നു റബാഹ് നിലകൊണ്ടിരുന്നത്. ഇന്ന് യാതൊരു അടയാളവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മസ്ജിദ് തിരികെ കൊണ്ടുവന്ന് നമുക്കൊക്കെയും അവിടെ നിസ്കരിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഇന്ന് ഗവൺമെൻറ് പല ചരിത്ര പ്രധാന സ്ഥലങ്ങളെയും തിരികെ കൊണ്ടുവരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഈ പള്ളിയും തിരികെ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.